സർക്കാർ അനാസ്ഥയുടെ സ്മാരകമായി കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയത്തിന് കാരണക്കാരനായ കരാറുകാരനും ആർക്കിടെക്റ്റിനുമെതിരെ കേസെടുക്കണമെന്ന വിജിലൻസ് ശുപാർശ സർക്കാർ അട്ടിമറിച്ചു. ബലക്ഷയം പരിഹരിക്കാനുള്ള മദ്രാസ് IITയുടെ നിർദ്ദേശവും സർക്കാർ തള്ളി. 2015 നിർമ്മാണം പൂർത്തിയാക്കി 75 കോടി രൂപ ചെലവ് 2021 സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകി. 43 ലക്ഷം രൂപ വാടക കിട്ടുമായിരുന്നു. പക്ഷേ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയതോടെ പ്രവർത്തനം നിലച്ചു. തൂണുകൾക്ക് 98% ബലക്ഷയമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് പരിഹരിക്കാൻ മദ്രാസ് IIT നിർദ്ദേശിച്ച അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ 33 കോടിക്ക് തമിഴ്നാട് കേന്ദ്രമായ കമ്പനിക്ക് കരാർ നൽകി. പക്ഷേ ഇത്രയും തുക വേണ്ടെന്നാണ് ചീഫ് ടെക്നിക്കൽ ഓഫീസറുടെ കണ്ടെത്തൽ. ഇതോടെ IIT റിപ്പോർട്ടും തള്ളി. ബലക്ഷയത്തിന് കാരണം കരാർ കമ്പനിയും ആർക്കിടെക്റ്റുമാണെന്നും ഗുരുതര വീഴ്ച സംഭവിച്ചതിനാൽ കേസെടുക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതും സർക്കാർ പൂഴ്ത്തി. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കാനോ പ്രശ്നം പരിഹരിച്ച് നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനോ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.